വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു സക്സസ് സ്റ്റോറിയാണെന്നല്ലേ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സൊക്കെ ജ്യൂസസൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഒരാൾക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് നാളുകളായ ആ ജ്യൂസസൊക്കെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തിരിച്ച് നിങ്ങളൊന്ന് കണ്ടുവരിക. അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിഞ്ഞിട്ട് അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്കും ഇംപ്ലാന്റേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പീരീഡ്സ്, ഓവുലേഷൻ, ഇംപ്ലാന്റേഷൻ, ഈ സമയങ്ങളിൽ ഞാൻ ഈ പറയുന്ന 3 ജ്യൂസുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിലും പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ് ആ ജ്യൂസ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതിനോടകം ഒരുപാട് ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കുക. അതിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒപ്പം താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോഴേക്കും ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന ഈ 3 ജ്യൂസുകൾ നമ്മൾ പീരിയഡ്സ്, ഓവുലേഷൻ, ഇംപ്ലാന്റേഷൻ എന്നീ സമയങ്ങൾ പറഞ്ഞല്ലോ. പീരിയഡ്സിന്റെ സമയം നമുക്ക് വേണ്ടത് ആ യൂട്രസ് ഒക്കെ ഒന്ന് ക്ലിയർ ആകണം. അതുപോലെ തന്നെ നമ്മുടെ അണ്ടം വളരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ആ സമയത്താണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടണം. ഓവുലേഷൻ ടൈം എന്ന് പറയുമ്പോഴേക്കും അണ്ടം കുറേം കൂടി മെച്യൂർ ആകുന്ന സമയമാണ്. എൻഡോമെട്രിയൽ ലൈനിങ് തിക്കൺ ആകുന്ന സമയമാണ്. അതിലോട്ട് സപ്പോർട്ട് ചെയ്യാൻ ശരീരത്തിന് സാധിക്കണം. ഇംപ്ലാന്റേഷൻ സമയം എന്ന് പറയുന്നത് നമ്മുടെ ലൂട്ടിയൽ ഫേസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ട് എഗ്ഗ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് നറീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശരീരത്തിന് ഒരു സപ്പോർട്ടും കൂടി നമുക്ക് കൊടുക്കണം. അതുകൊണ്ട് ഈ 3 സെലക്ട് ചെയ്തെടുത്തിരിക്കുന്ന ജ്യൂസും ഇതെല്ലാ വിഷയസും ഫുൾഫിൽ ചെയ്യുന്നവയാണ് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ നമുക്ക് പീരിയഡ് സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് പൈനാപ്പിൾ ജ്യൂസ് ആണ്. പൈനാപ്പിൾ നമ്മൾ സാധാരണയായിട്ട് പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്ന ഒരു ഫ്രൂട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ബ്രോമലിൻ്റെ കണ്ടന്റ് നമുക്ക് യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാകുമെന്നും അതിന്റെ ഫലമായിട്ട് പീരിയഡ്സ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുവെന്നുമാണ് പലരും വിശ്വസിക്കുന്നത്. നമ്മൾ ഒരുപാട് പൈനാപ്പിൾ, 1-2 പൈനാപ്പിൾ ഫുള്ളായിട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാകാം. പക്ഷെ അതല്ലാതെ ഒരു പീസ് കഴിച്ചുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു പ്രഗ്നൻസി അത് അഫക്റ്റ് ചെയ്യില്ല കേട്ടോ. ഇനി പീരിയഡ്സിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് പൈനാപ്പിൾ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിളിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, മാംഗനീസ് ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, കോപ്പർ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, അയൺ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ബ്രോമലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് പവർഫുൾ ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് നമുക്ക് സ്വെല്ലിംഗ്, അതുപോലെ ഇൻഫ്ലമേഷൻ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ യൂട്രസിനകത്താണെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പീരിയഡ്സിന്റെ സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ യൂട്രസ് ക്ലിയർ ആയി പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ചില ആളുകൾക്ക് ഇഞ്ചിവെള്ളം കുടിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പൈനാപ്പിൾ കഴിക്കുകയോ അല്ലെങ്കിൽ പൈനാപ്പിളിന്റെ ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കുടിക്കുകയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ യൂട്രസിലെ മൊത്തം പ്രീവിയസ് ആയിട്ട് ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രിപ്പയർ ആയിട്ടുള്ള എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ ഫുള്ളായിട്ട് ഷെഡ് ആക്കിയിട്ട് മൊത്തത്തിൽ നമ്മുടെ പീരിയഡ്സിന്റെ ആ ഒരു ബ്ലഡ് ക്ലിയർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഇടക്കറ പോകുന്നുണ്ട്. അതായത് ചെറിയ സമയങ്ങളിൽ നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഓവുലേഷന് മുൻപുള്ള സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ അത് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും ചെറുതായിട്ട് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. റെക്കറന്റ് ആയിട്ട് ഇതുപോലെ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ആ ഒരു സർക്കംസ്റ്റാൻസസ് വെച്ചിട്ടും നമുക്കത് പ്രഗ്നൻസി ആകുന്നതിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പൈനാപ്പിൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളമോ ഒരുപാട് ഷുഗറോ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കരുത്. കുറച്ച് മാത്രം, അതായത് നമ്മളിപ്പോൾ 3-4 പൈനാപ്പിൾ സ്ലൈസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരിച്ചിരി മാത്രം വെള്ളം ഒടിച്ചിട്ട് ഫുള്ളായിട്ട് അതിന്റെ എക്സ്ട്രാക്റ്റോട് കൂടിയിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം പൈനാപ്പിളിന്റെ കോറ് നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത്. കോർ ഉൾപ്പെടെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് പീരിയഡ്സ് കൊണ്ട് നിർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഓവുലേഷൻ കൊണ്ട് ഇത് നമ്മൾ നിർത്തണം.
ഓവുലേഷന്റെ ഏകദേശം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തിന് മുൻപായിട്ട് നമ്മൾ നിർത്തുക. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 5 days വരെയെങ്കിലും പൈനാപ്പിളിന്റെ ഒരു സ്ലൈസ് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ എൻഡോമെട്രിയൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടും. പക്ഷേ ആ ഒരു ഇംപ്ലാന്റേഷന്റെ 6th day, ഓവുലേഷന്റെ 6th day മുതൽ നിങ്ങളത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അടുത്തത് പീരിയഡ്സിന്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓവുലേഷന് വേണ്ടിയിട്ടാണ്. ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മൊസംബി എന്ന് പറയുന്നത്. മൊസംബിയിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. ഇതെല്ലാം ഒരു രീതിക്ക് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ സിങ്കും വിറ്റമിൻ സിയും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടലിന്റെ ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മൊസംബി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും നിങ്ങൾ വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പല ആളുകളും അണ്ടർ വെയിറ്റും ഓവർ വെയിറ്റും ആയി പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ ശരീരഭാരം കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. രക്തയോട്ടം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പീരിയഡ്സിന്റെ ശേഷമുള്ള സമയത്തൊക്കെ നല്ലതുപോലെ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള അണ്ടം നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം നമ്മുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. PCOD ഉള്ളവരും തൈറോയ്ഡ് ഉള്ളവരും മറ്റുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർക്കൊക്കെ പ്രശ്നം സംഭവിക്കുന്നത് ഓവുലേഷൻ നടക്കുന്നതിലാണ്. ഒരുപാട് ആളുകൾക്ക് ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഓവുലേഷന്റെ ചാൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെൽ ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ എഗ്ഗിന്റെ ഗ്രോത്ത് കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അണ്ടത്തിന്റെ ഗ്രോത്ത്, നമ്മളിപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അണ്ടത്തിന്റെ ഗ്രോത്ത് ഒരു 29 26 എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പലർക്കും അവിടെ പ്രഗ്നൻസി പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. കൃത്യമായിട്ടുള്ള ഗ്രോത്ത് അണ്ടത്തിന് കൊണ്ടുവന്ന് എത്തിച്ച് അത് ക്വാളിറ്റിയോട് കൂടി വളർന്ന് പൊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ശരീരത്തിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മൊസംബി ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ PCOD ഉള്ള പലർക്കും അവരുടെ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. PCOD ഉള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഷുഗർ ലെവലിൽ വ്യത്യാസം വരുന്നത്, വേരിയേഷൻസ് ഉണ്ടാകുന്നത്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഏർലി സ്റ്റേജിൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്നറിയുന്നത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ മിഡിലിൽ എത്തുമ്പോഴാണ്. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ കുഞ്ഞിന് വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ശരീരത്തിൽ ഇല്ല എങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാവുകയോ കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസും ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളതൊരു ഓൾട്ടർനേറ്റീവിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ തുടർച്ചയായിട്ട് എടുക്കുന്നത് വിറ്റമിൻ സി കുഞ്ഞിന്റെയും അമ്മയുടെയും ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊസംബി നമുക്ക് ഓറഞ്ച് പോലെയല്ല, അതായത് നമുക്ക് ഓറഞ്ചിന്റെ ഒരു കാറ്റഗറിയിൽ പെട്ട് കഴിഞ്ഞാലും ഇത് നമുക്ക് അതുപോലെ പൊളിച്ചെടുത്ത് കഴിക്കാനായിട്ട് സാധിക്കില്ല. അതിന് സെപ്പറേറ്റ് നമുക്കൊരു ജ്യൂസർ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജ്യൂസറായിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒരു 50 രൂപയോ 100 രൂപയോ എന്തോ ഉള്ളൂ നമുക്ക് ഒരു ജ്യൂസർ മേടിക്കാനായിട്ട് സാധിക്കും. അതിലിട്ട് നല്ലതുപോലെ ഒന്ന് തിരിച്ച് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിന്റെ സത്ത് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് മൊസംബി കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് പുരുഷന് ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഉണ്ട്. അതുപോലെ സിങ്ക് ആണെങ്കിൽ കൂടി തന്നെയും നമ്മുടെ ഒരു സ്പേമിന്റെ ഡെവലപ്മെന്റ് നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ്. ഡെയിലിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവിലോ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങളിത് എടുക്കുക. അപ്പോൾ എടുക്കുമ്പോഴേക്കും ഒരു ദിവസം ഒരു മൊസംബി നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 മൊസംബി വീതം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട ടിപ്പാണ്. ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ടത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ജ്യൂസ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ജ്യൂസ് ഐറ്റംസിനെ പറ്റിയിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജ്യൂസ് ആയിട്ടാണെങ്കിലും ക്യാരറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാത്ത ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാരറ്റ് വെറുതെയും കഴിക്കാവുന്നതാണ് കേട്ടോ.
ഒരുപാട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാത്ത ക്യാരറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കരുത്. അത് ശരീരത്തിന് നല്ലതല്ല കേട്ടോ. അല്ലാതെ വേവിച്ചിട്ടുള്ള രീതിക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ക്യാരറ്റ് കഴിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇതിൽ ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആക്കുന്നു. വിറ്റമിൻ എ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവുലേഷൻ നടക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പീരിയഡ്സ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല, ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ആ ബെനിഫിറ്റ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ മറ്റുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട് എന്നിങ്ങനെയുള്ള കണ്ടന്റ്സ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിത് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിറ്റമിൻ സി നമ്മുടെ സെർവിക്സ് കൂടുതൽ ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ സെർവിക്സിൽ കൂടി മറ്റുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ശരീരത്തിലോട്ട് എത്തുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല, ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഇത് എടുത്താലും നമുക്ക് കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഫോളേറ്റും അതുപോലെ ബി വിറ്റമിൻസും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റിയോടുകൂടി അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഈ ഫോളേറ്റും ബി വിറ്റമിനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ഗ്രോ ആകുന്നതിനും കുഞ്ഞിന് ഡിഫക്ട്സ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിന്റെ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഫ്ലൂയിഡ് ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ അതോടൊപ്പം തന്നെ ഓവറോൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള മറ്റു പല ആന്റി ഓക്സിഡൻസ് നമ്മുടെ ആ ഒരു എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എഗ്ഗിന് ഡാമേജ് ഉണ്ടാവുന്നതും അതുപോലെ സ്പോമിന് ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി പുരുഷൻ ഓവുലേഷന് മുൻപായിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ സ്പോമിന്റെ ക്വാളിറ്റിയും അതുപോലെ DNA ഡാമേജും ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം തന്നെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകാതെ നോക്കുന്നതിനും വിറ്റമിൻ ഇ സെല്ലിന്റെ ആ ഒരു മെംബ്രെയിനൊക്കെ ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് ആണ്. ഒരുപാട് ചെലവില്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജ്യൂസസ് ആണ് നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, ഒരുപാട് ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യരുത് കേട്ടോ. കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇച്ചിരി ഹണി നിങ്ങൾ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല ഇത് കുടിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമ്മൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരൊറ്റ വലിക്ക് നിങ്ങൾ അങ്ങോട്ട് കുടിക്കുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ 12 വർഷവും 15 വർഷവും 10 വർഷവും ഒക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് നിങ്ങൾക്കും സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിങ്ങളതൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.